ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസിഡന്റിന്റെ വീറ്റോ പവറിനെ കുറിച്ചാണ്. വീറ്റോ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം ഐ ഫോർബിഡ് എന്നാണ്. ഞാൻ തടസ്സപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഞാൻ നിർത്തലാക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന ഐ ഫോർബിഡ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം വരുന്ന വേർഡാണ് വീറ്റോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്. അപ്പം ഇന്ത്യൻ പ്രസിഡന്റ് കുറേ വീറ്റോ പവേഴ്സ് ഉണ്ട്. നിങ്ങൾ വീറ്റോ എന്ന് അധികം കേട്ടിട്ടുള്ളത് UN സെക്യൂരിറ്റി കൗൺസിലിലെ അംഗങ്ങൾക്ക് വീറ്റോ പവർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ UN എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഒരു 5 രാജ്യങ്ങളുള്ള വേറൊരു സബ് ഗ്രൂപ്പുണ്ട്. അതിനെയാണ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. ആ സബ് ഗ്രൂപ്പിലുള്ള 5 പേർക്ക് എന്ത് തീരുമാനത്തെയും എന്ത് ചെയ്യാൻ പറ്റും? വീറ്റോ ചെയ്യാൻ പറ്റും. അതായത് ഒരു തീരുമാനം എല്ലാവരും കൂടെ എടുത്തു, പക്ഷേ ആ 5 പേരുള്ള ആ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരത് വീറ്റോ ചെയ്യും. അതുവഴി ആ തീരുമാനം നടപ്പിലാക്കത്തില്ല. സെയിം സാധനമാണ് ഇന്ത്യൻ പ്രസിഡന്റിനും ലഭിച്ചിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനത്തെ പ്രസിഡന്റ് ഒരാൾ എതിർക്കുകയാണെങ്കിൽ ആ തീരുമാനം മുന്നോട്ട് പോകത്തില്ല. അതാണ് ഈ വീറ്റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിന് ഏത് കാര്യത്തിലാണ് ഈ ഒരു വീറ്റോ പവർ ഉള്ളത്? ഇന്ത്യൻ പ്രസിഡന്റ് വീറ്റോ പവർ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നിയമങ്ങൾ പാസ്സാക്കുന്ന സമയത്താണ്. ഒരു ബില്ല് പാസ്സാക്കുന്ന സമയത്താണ് ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വീറ്റോ പവർ ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ് ബില്ല്, എന്താണ് പാസ്സാക്കൽ, ആരാണ് പാസ്സാക്കുന്നത്, എന്തുകൊണ്ടാണ് പ്രസിഡന്റ് അത് വീറ്റോ ചെയ്യുന്നത്, പ്രസിഡന്റിൻ്റെ പവറിനെ കുറിച്ച് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, അതിനെയൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ത്യയിൽ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള പരിപാടി ആരുടെയാണ്? പാർലമെൻറ്റിൻ്റെയാണ്. പാർലമെൻറ്റിൽ ലോക്സഭയുമുണ്ട്, രാജ്യസഭയുമുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്തിട്ടാണ്, ഓരോ സെഷനിലും ചർച്ച ചെയ്തിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു വ്യക്തി, അതിപ്പോൾ പ്രൈവറ്റ് മെമ്പർ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയാകാം. പ്രൈവറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ലോക്സഭയിൽ രാജ്യസഭയിൽ ഭരണപക്ഷത്തല്ലാത്ത ഒരു സാധാരണ മെമ്പർ. അപ്പം ഈ പ്രൈവറ്റ് മെമ്പർ ആണെങ്കിലും ഭരണപക്ഷത്തുള്ള മിനിസ്റ്റർ ആണെങ്കിലും ഒരു നിയമം മുന്നോട്ട് കൊണ്ടുവരുന്നു. നിയമം അതാകുന്നത് എപ്പോഴാണ്? പ്രസിഡന്റും കൂടെ പാസ്സാക്കുമ്പോഴാണ്. അപ്പം നിയമമാകുന്നതിന് മുന്നേ ഉള്ള ഫോമിനെയാണ് ബില്ല് എന്ന് പറയുന്നത്. എന്താണ് ബില്ല്? ബില്ലെന്ന് പറയുന്നത് നിയമത്തിന് തൊട്ട് മുന്നേ ഉള്ളൊരു ഫോമാണ്. ബില്ല് പാസ്സാക്കിയാൽ മാത്രമേ നിയമമാകത്തുള്ളൂ. അപ്പം ഈ ബില്ലാണ് ലോക്സഭയിലും രാജ്യസഭയിലും എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഈ ബില്ലിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ലോക്സഭയും പാസ്സാക്കി, രാജ്യസഭയും പാസ്സാക്കി. ഇനിയും ഈ ബില്ല് ആരുടെ കയ്യിലെത്തണം? ഈ 2 സഭകളും പാസ്സാക്കിയാലും ഈ ബില്ലിനെ ബില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് പ്രസിഡന്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പ്രസിഡന്റും അത് ഓക്കെ പറഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഈ ബില്ല് നിയമമാകത്തുള്ളൂ. ഒരു ബില്ല് ആക്ട് ആവുന്നത് 2 സഭകളും പാസ്സാക്കി അത് പ്രസിഡന്റിൻ്റെ അടുത്ത് എന്നിട്ട് പ്രസിഡന്റ് അതിനെ ഒപ്പുവെക്കുമ്പോൾ മാത്രമാണ്. അപ്പം ഇവിടെയാണ് പ്രസിഡന്റ് വീറ്റോ പവർ ഉപയോഗിക്കുന്നത്. ലോക്സഭയും രാജ്യസഭയും കൂടെ കുറേ ചർച്ച ചെയ്ത് ഒരു ബില്ല് പാസ്സാക്കി എന്ന് വിചാരിക്കുക. പക്ഷേ പ്രസിഡന്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പ്രസിഡന്റിന് തോന്നി ഈ നിയമം ഈ ബില്ല് അത്ര പോരാ. അപ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്യും? അതിനെ വീറ്റോ ചെയ്യും, വേണ്ട എന്ന് വെക്കും. അതുവഴി ഇവർ 2 പേരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിയമം എന്താകും? ഒന്നുമല്ല ഉണ്ടാകും. പിന്നെ ഇവർക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടി ഈ സെയിം ബില്ല് പ്രിപ്പയർ ചെയ്യണം, ചർച്ച ചെയ്യണം, പിന്നെ വീണ്ടും പ്രസിഡന്റിൻ്റെ അടുത്ത് ചെല്ലണം. ഓക്കെ, അപ്പോൾ ഇതാണ് വീറ്റോ എന്ന് പറയുന്നത്. അവസാന നിമിഷം വരെ നമ്മൾ ഈ പഠിക്കൽ കൊണ്ട കല മുടക്കുക എന്ന് പറയത്തില്ലേ, ആ ഒരു പവർ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? പ്രസിഡന്റിനാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് വീറ്റോ പവർ ഉപയോഗിക്കുന്നത് ലെജിസ്ലേഷൻ്റെ സമയത്താണ്. ബില്ല് നിയമമാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? പ്രസിഡന്റ് ഈ വീറ്റോ പവർ ഉപയോഗിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. മോഡേൺ സ്റ്റേറ്റുകൾക്ക്, അതായത് മോഡേൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? പുതിയ രാജ്യങ്ങൾക്ക്. ഇപ്പം സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് നിങ്ങൾ കുറച്ചുകൂടെ പൊളിറ്റി പഠിക്കുമ്പോൾ കുറെ കൂടെ ഇൻ്റലക്ച്വലായിട്ട് കാണണം. സ്റ്റേറ്റ് അല്ലെങ്കിൽ ഭരണകൂടം എന്നുള്ള അർത്ഥത്തിൽ വേണം നിങ്ങൾ കാണാൻ. പണ്ട് രാജാക്കന്മാരായിരുന്നു എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളും ഭരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് കിങ്ഡം ആയിരുന്നു. ഇപ്പം അങ്ങനെയാണോ? ഇപ്പം ജനാധിപത്യമാണ് കൂടുതലും എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളാണ്, ഓരോ ടെറിട്ടറിയാണ്. അപ്പോൾ ഈ ഓരോ രാജ്യങ്ങളിലെയും ഗവൺമെൻറ് ഭരണകൂടം മോഡേൺ ഭരണകൂടം എന്നാണ് നമ്മളവരെ പറയാറ്. കാരണം ഒരു 1947 ശേഷം, കോളനൈസേഷന് ശേഷം എല്ലാ രാജ്യങ്ങളും ഓരോ പ്രദേശങ്ങളും രാജ്യങ്ങളായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും അവരെന്താകുകയാണ്, അവർക്കൊരു സ്വന്തമായിട്ടൊരു ഭരണകൂടം ഉണ്ടാവുകയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ അവരെയൊക്കെ മോഡേൺ സ്റ്റേറ്റ് എന്ന് പറയും. ഈവൻ ഇന്ത്യയൊക്കെ ഒരു മോഡേൺ സ്റ്റേറ്റ് ആണ്. ഇപ്പം എല്ലാ രാജ്യങ്ങളും അതിൻ്റെ ഒരു പഴയ രാജ്യം അല്ലെ പ്രായം ചെന്ന രാജ്യങ്ങൾ, USA അല്ലെ ഫ്രാൻസ് ഒക്കെ പോലുള്ള കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. ബാക്കി എല്ലാ രാജ്യങ്ങളും ചെറുപ്പമാണ്. ഇന്ത്യയും ഇപ്പോഴും ചെറുപ്പമാണ്. 47 അല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളൂ. അപ്പം ഈ മോഡേൺ സ്റ്റേറ്റിൻ്റെ ഒരു മെഷീനറിയിൽ നമുക്ക് ഈ വീറ്റോ പവറിനെ കാണാൻ പറ്റും. അതായത് മോഡേൺ സ്റ്റേറ്റും പുതിയ പുതിയ ഭരണകൂടങ്ങൾ ഭരണഘടനയൊക്കെ ആയിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയും കാര്യങ്ങളൊക്കെ വരുമ്പം അവരിൽ വീറ്റോ പവറിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. ആരെങ്കിലും ഒരാൾ വീറ്റോ പവറൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം മോഡേൺ സ്റ്റേറ്റ്, ഞാൻ മോഡേൺ സ്റ്റേറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത് ഞാൻ വിശദമാക്കിയതാണ്. കോളനൈസേഷന് ശേഷം ഉണ്ടായ ഫോർമലായിട്ടുള്ള ഡെമോക്രാറ്റിക് രാജ്യങ്ങളെ നിങ്ങൾക്ക് മോഡേൺ സ്റ്റേറ്റ് എന്ന് പറയാം. അതിനുവേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പം ഈ മോഡേൺ സ്റ്റേറ്റുകളിൽ പ്രധാനമായിട്ടും
4 വീറ്റോ കാണാൻ പറ്റും. ഒന്ന് അബ്സല്യൂട്ട് വീറ്റോ, ക്വാളിഫൈഡ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ. ഈ 4 വീറ്റോയെക്കുറിച്ചും പറയാൻ കാരണം ഇന്ത്യൻ പ്രസിഡന്റിന് ഇതിൽ ഏതൊക്കെ വീറ്റോയാണ് അവൈലബിൾ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 വീറ്റോയും അറിഞ്ഞിരിക്കണമല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ചോദിക്കും അമേരിക്കൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രസിഡന്റിനും ഒരുമിച്ച് അവൈലബിൾ ആയിട്ടുള്ള വീറ്റോകൾ ഏത്. അപ്പോൾ നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന് ഏത് വീറ്റോ അവൈലബിൾ എന്നുള്ള കാര്യം കൂടെ ചിലപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരും. PSC എങ്ങനെ ചോദിക്കും എന്നുള്ളത് അറിയത്തില്ല. പൊതുവെ ഫസ്റ്റ് പേപ്പർ പാടാക്കാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ചും ഡിഗ്രി മെയിൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പഠിക്കാം. അബ്സല്യൂട്ട് വീറ്റോ. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത് പ്രസിഡന്റ് എന്താണ്, ഒരു ബില്ല് മുന്നിൽ വരികയാണ്, പ്രസിഡന്റിൻ്റെ മുന്നിൽ ഒരു ബില്ല് വരുന്നു, പ്രസിഡന്റ് അതങ്ങ് തള്ളിക്കളയുന്നു. ഓക്കെ, അതോടെ ആ ബില്ല് അവിടെ തീരുന്നു. അബ്സല്യൂട്ട്ലി ആ ബില്ല് അവിടെ ക്ലോസ് ആയി. അത്രയും കരുതിയാൽ മതി. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത് പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് ഒരു ബില്ല് വന്നു, പ്രസിഡന്റ് വേണ്ട, സൈൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നു, അതവിടെ നിന്നു, കാര്യം കഴിഞ്ഞു. ഓക്കെ, അതാണ് അബ്സല്യൂട്ട് വീറ്റോ. സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നതോ, സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത് പ്രസിഡന്റിന് ബില്ല് വന്നു, പക്ഷെ പ്രസിഡന്റ് എന്താ ചെയ്യുന്നത്, അതങ്ങ് തിരിച്ചയക്കുക ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ റിട്ടേൺ ചെയ്യുന്ന ബില്ലിനെ എന്താണ്, സസ്പെൻസീവ് വീറ്റോ എന്നാണ് പറയുന്നത്. അതായത് പൂർണ്ണമായിട്ടും അബ്സല്യൂട്ട്ലി പ്രസിഡന്റ് അത് തള്ളിക്കളഞ്ഞില്ല, വേണ്ടാന്ന് വെച്ചില്ല, പക്ഷെ അതെന്താ ചെയ്യുന്നത്, തിരിച്ചയച്ചു, പിന്നീട് കുറച്ചുകൂടെ മോഡിഫിക്കേഷനൊക്കെ കൊണ്ടുവന്നിട്ട് വാ എന്നുള്ളൊരർത്ഥത്തിൽ. അപ്പം അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി അത് തള്ളിക്കളയുന്നു, അത് ഇച്ചിരി എക്സ്ട്രീമാണ്, തള്ളി അങ്ങ് കളഞ്ഞു, ഒരു ദയം ദാക്ഷിണ്യം വിചാരിച്ചില്ല, ഇത്രയും കഷ്ടപ്പെട്ട് പാസ്സാക്കിയതല്ലേ എന്നൊന്നും അവർ വിചാരിക്കത്തില്ല, ലോക്സഭ രാജ്യസഭയും. പക്ഷേ സസ്പെൻസീവ് വീറ്റോയിലേക്ക് വരുമ്പോൾ പ്രസിഡന്റ് കുറച്ച് മയത്തില്ല, റിട്ടേൺ ചെയ്യത്തേ ഉള്ളൂ. ഇന്ത്യയിൽ മണി ബില്ല് പ്രസിഡന്റിന്റെ ശുപാർശ പ്രകാരമേ മണി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോലും പറ്റത്തുള്ളൂ. അപ്പം മണി ബില്ല് ഒരിക്കലും പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സസ്പെൻസീവ് വീറ്റോ ഉപയോഗിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. മണി ബില്ല് പ്രസിഡന്റിന് റിജക്റ്റ് ചെയ്യാം, വേണ്ട എന്ന് വെക്കാം, പക്ഷെ ഒരിക്കലും പാർലമെന്റിൽ തിരിച്ചയക്കാൻ പറ്റത്തില്ല. മണി ബില്ല് കിട്ടിയാൽ പ്രസിഡന്റിന് 2 കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒന്നല്ലേ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. മനസ്സിലായോ? ഒന്നല്ലേ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. മണി ബില്ല് ഒരിക്കലും അവിടെ സസ്പെൻസീവ് വീറ്റോ ഉപയോഗിക്കാൻ പറ്റത്തില്ല പ്രസിഡന്റിന്. എന്താണ് സസ്പെൻസീവ് വീറ്റോ? ഈ സാധനം തിരിച്ചയക്കുക എന്ന് പറയുന്നത്. മണി ബിൽ ഒരിക്കലും റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊന്നുകൂടി ഇത് ശരിയാക്കിയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പ്രസിഡന്റിന് സസ്പെൻസീവ് വീറ്റോ ഇൻ ദ കേസ് ഓഫ് മണി ബിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ സസ്പെൻസീവ് വീറ്റോ എന്താണെന്ന് മനസ്സിലായല്ലോ. അബ്സല്യൂട്ട് വീറ്റോ എന്തിലാണ് ഉപയോഗിക്കുന്നത്? ഒരു പ്രൈവറ്റ് മെമ്പറിൻ്റെ എന്തെങ്കിലും ബില്ല്, അതായത് ഭരിക്കുന്നവരല്ലാതെ വേറെ ഏതെങ്കിലും നമ്മളെ ഭരിക്കുന്ന ഒരു പർട്ടിക്കുലർ പാർട്ടി കാണുമല്ലോ, അതിൽ ഉൾപ്പെടാത്ത സാധാരണ പ്രതിപക്ഷത്തൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് 2 പക്ഷത്തും ഇല്ലാത്ത ഏതെങ്കിലും സ്വതന്ത്രനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു MP ഒരു വലിയ കാര്യത്തിലൊരു ബില്ല് കൊണ്ടുവരുവാണ്, അങ്ങനെയുള്ള ബില്ലുകളൊക്കെയാണ് പൊതുവെ അബ്സല്യൂട്ട് വീറ്റോ കൊടുത്തിട്ട് നീ ഇപ്പം അങ്ങനെ ഇപ്പോൾ ആളാവുണ്ടെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് വീറ്റോ ചെയ്ത് കളയുന്നത്. പിന്നെ ഒരിക്കലും ഭരിക്കുന്നവർ, എക്സിക്യൂട്ടീവിലുള്ളവർ, മന്ത്രിസഭയിലുള്ളവരൊക്കെ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ പ്രസിഡന്റ് അങ്ങനെ അബ്സല്യൂട്ട് വീറ്റോ കൊടുക്കാറില്ല. അപ്പം പ്രൈവറ്റ് മെമ്പേഴ്സിൻ്റെ ബില്ല് നമ്മൾ എപ്പോഴും അബ്സല്യൂട്ട് വീറ്റോ കൊടുത്ത് കളയുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ബില്ലും ഗവൺമെൻറ് കൊണ്ടുവരുന്ന, ഭരിക്കുന്നവർ കൊണ്ടുവരുന്ന ബില്ലും പ്രസിഡന്റ് അബ്സല്യൂട്ട് വീറ്റോ കൊടുക്കാറുണ്ട്. എപ്പോൾ? ഈ ബില്ല് പ്രസിഡന്റിന് മുന്നിൽ സൈൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു മന്ത്രിസഭ താഴെ വീഴുമ്പം ചിലപ്പം നെക്സ്റ്റ് മന്ത്രിസഭ കയറുമ്പോൾ ആ മന്ത്രിസഭ പറയുന്നത് അങ്ങ് വീറ്റോ ചെയ്തേക്കുക. കാരണം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശപ്രകാരമാണല്ലോ പ്രസിഡന്റ് വീറ്റോ പവർ ഉപയോഗിക്കുന്നത്. അപ്പം ഒരു മന്ത്രിസഭ കൊണ്ടുവന്ന ബില്ല്, പക്ഷെ ആ മന്ത്രിസഭ ആ ബില്ല് ആക്ട് ആകുന്നതിന് മുന്നേ താഴെ വീണ് പുതിയ മന്ത്രിസഭ വരികയാണെങ്കിൽ ആ പുതിയ മന്ത്രിസഭ പ്രസിഡന്റിനോട് പറയുകയാണ് ഒപ്പിടണ്ടെന്നാണെങ്കിൽ പ്രസിഡന്റ് അവിടെയും അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കും. അപ്പം അബ്സല്യൂട്ട് വീറ്റോയും സസ്പെൻസീവ് വീറ്റോയും എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എവിടെയൊക്കെയാണ് ഉപയോഗിക്കാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത് എന്താണ്? ഈ ബില്ലിനെ കുറിച്ച് കണ്ടില്ലാത്ത പോലെ ഇരിക്കും പ്രസിഡന്റ്, അതിനെ റിജക്റ്റും ചെയ്യത്തില്ല, അതിനെ തിരിച്ചു അയക്കത്തില്ല, പ്രസിഡന്റ് ഇനാക്റ്റീവ് ആയിട്ടിരിക്കും, പ്രസിഡന്റ് ഒന്നും അറിയാത്ത പോലെ ഇരിക്കും. അങ്ങനെ ഒരു അവസ്ഥയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിന് ടൈം ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ പ്രസിഡന്റ് പോക്കറ്റിൽ ആ വീറ്റോ ഇട്ടുകൊണ്ട് എത്ര കാലം വേണേലും നടക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞത് വീറ്റോ പവർ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന സമയമാണ്. ഇപ്പം ഇതല്ലാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഒരു നിയമം ആകുന്നത് എപ്പോഴാണ്? ഒരു ബില്ല് പ്രസിഡന്റ് സൈൻ ചെയ്യുമ്പോഴാണ്. ഒരു തവണ സൈൻ ചെയ്തില്ലെങ്കിൽ
അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്താൽ അത് അബ്സല്യൂട്ട് വീറ്റോ. പിന്നുള്ളത് സസ്പെൻസീവ് വീറ്റോ. ഈ സസ്പെൻസീവ് വീറ്റോയിലാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് ബില്ല് റിട്ടേൺ അടിക്കുന്നത്. റിട്ടേൺ അടിക്കുമ്പോഴും നമ്മുടെ പാർലമെന്റ് ഒരു വ്യത്യാസവുമില്ലാതെ ഈ ബില്ല് തിരിച്ച് പ്രസിഡന്റിന് അയക്കുകയാണെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ട് അത് ഒപ്പിടണം. ആ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത് പ്രസിഡന്റിന് ഒരു ബില്ല് ലഭിക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് ആദ്യം അത് വേണ്ടാന്ന് വെക്കാം, പക്ഷെ രണ്ടാമത് സെയിം ബില്ല് ഒന്നുകൂടി പാസ്സാക്കി പ്രസിഡന്റിന്റെ ടേബിളിൽ എത്തുമ്പോൾ പ്രസിഡന്റ് മസ്റ്റായിട്ടും അത് ഒപ്പിടണം. അത് നമ്മുടെ സസ്പെൻസീവ് വീറ്റോയുടെ ഒരു ഫീച്ചറാണ്. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഈ പ്രസിഡന്റിന്റെ ബില്ല് രണ്ടാമത് പ്രസിഡന്റിന് വരുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് ഒപ്പിടണം എന്നൊക്കെ പറയുന്നത് സസ്പെൻസീവ് വീറ്റോയിലാണ്. പിന്നെ പോക്കറ്റ് വീറ്റോ, അത് ഇവഞ്ച്വലി ആ ബില്ലിനെ കില്ല് ചെയ്യുകയാണ്. അത് ആ ബില്ല് അവസാനം അവിടെ നിന്ന് പോകും. അബ്സല്യൂട്ട് വീറ്റോയും അങ്ങനെയാണ്. ഇപ്പോൾ പ്രൈം മെമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു ബില്ല് പിന്നെയും ലോക്സഭയോ രാജ്യസഭയോ പാർലമെൻറ്റോ ഇത് എഫേർട്ട് എടുത്ത് പിന്നെയും അതൊരിക്കലും റിന്യൂ ചെയ്ത് സംസാരിച്ചത് കയറത്തില്ല. അപ്പം സസ്പെൻസീവ് വീറ്റോയിലാണ് എന്ത് വരുന്നത്, പ്രസിഡന്റ് ഒന്ന് തിരിച്ചയച്ച സാധനം പിന്നെയും പാർലമെൻറ്റ് പാസ്സാക്കിയിട്ട് പ്രസിഡന്റിന് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും പ്രസിഡന്റിന് ഒപ്പിടാൻ നിർബന്ധിതനാകുന്നത് പ്രസിഡന്റ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തുടക്കത്തിൽ 4 വീറ്റോകളുണ്ട്. അബ്സല്യൂട്ട്, ക്വാളിഫൈഡ്, സസ്പെൻസീവ്, പോക്കറ്റ് വീറ്റോ. ഈ 4 വീറ്റോയിൽ ഇന്ത്യൻ പ്രസിഡന്റിന് ഇല്ലാത്തത് ഏതാണ്? ക്വാളിഫൈഡ്. എന്താണ് ഇന്ത്യൻ പ്രസിഡന്റിന് ഇല്ലാത്തത്? ക്വാളിഫൈഡ് വീറ്റോ. ക്വാളിഫൈഡ് വീറ്റോ എന്താണ്? ഇത് അമേരിക്കൻ പ്രസിഡന്റിനുണ്ട്. അതായത് ഈ ക്വാളിഫൈഡ് വീറ്റോ വരുമ്പോഴത്തേക്കും പ്രസിഡന്റിന് ഒരു ബില്ല് വന്നു, പ്രസിഡന്റ് അത് തിരിച്ചയച്ചു. പിന്നെ ആ ബില്ല് പാർലമെൻറ്റിലെ 2% ആളുകൾ ഒപ്പിട്ട് വിജയിപ്പിച്ചാൽ മാത്രമേ പ്രസിഡന്റ് സൈൻ ചെയ്ത് ആക്സെന്റ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. മനസ്സിലായോ? അതായത് അവിടെ ഒരു കണ്ടീഷനുണ്ട്. പ്രസിഡന്റ് തിരിച്ചയച്ച ബില്ല് പ്രസിഡന്റിന് രണ്ടാമത് വരുമ്പോൾ പ്രസിഡന്റ് സൈൻ ചെയ്യാൻ മാൻഡേറ്ററി ആവുന്നത് എപ്പോൾ മാത്രമാണ്? 2/3 ഓഫ് ദ പാർലമെന്റും അതിന് ഓക്കെ ആകുമ്പോഴാണ്, അതിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമ്പോൾ മാത്രമാണ്. പക്ഷേ ഇന്ത്യയിൽ എങ്ങനെയാണ്? പ്രസിഡന്റ് തിരിച്ചയച്ച ബില്ല് അങ്ങനെ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് ആക്സെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം സസ്പെൻസീവ് വീറ്റോയിൽ സിമ്പിൾ മെജോറിറ്റിയിൽ ബില്ല് പാസ്സാക്കിയാൽ മതി. അതായത് പ്രസിഡന്റ് ഒരു ബില്ല് വന്നു, പ്രസിഡന്റ് തിരിച്ചയച്ചു. ആ തിരിച്ചയച്ച ബില്ല് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാലും പ്രസിഡന്റിന് സൈൻ ചെയ്യേണ്ടതായിട്ട് വരും ഇന്ത്യയിൽ. ക്വാളിഫൈഡ് വീറ്റോയിൽ പറയുന്നത് പ്രസിഡന്റ് തിരിച്ചയച്ച ബില്ല് അത് 2/3 സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയാലേ എന്ത് ചെയ്യത്തുള്ളൂ? പ്രസിഡന്റിന് ആക്സെന്റ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അപ്പം ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാര്യം വരുമ്പം സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി, രണ്ടാമത് വീണ്ടും സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി. പ്രസിഡന്റ് എന്താണ് ഇതിന് ഇതിന് ആക്സെന്റ് കൊടുക്കാൻ നിർബന്ധിതനാകും. അമേരിക്കയിലോട്ടൊക്കെ വരുമ്പോൾ അത് 2/3 സ്പെഷ്യൽ മെജോറിറ്റിയിൽ തന്നെ എന്ത് ചെയ്യണം? അത് പാസ്സാക്കണം. ക്വാളിഫൈഡ് വീറ്റോയും പിന്നെ സസ്പെൻസീവ് വീറ്റോയും തമ്മിലുള്ള വ്യത്യാസമാണ്. ക്വാളിഫൈഡ് വീറ്റോയിൽ 2/3 മെജോറിറ്റിയിൽ തന്നെ എന്ത് ചെയ്യണം? ബില്ല് പാസ്സാക്കണം ക്വാളിഫൈഡിൽ. പക്ഷേ സസ്പെൻസീവിൽ സിമ്പിൾ മെജോറിറ്റിയിൽ ബില്ല് പാസ്സാക്കിയാലും മതി. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ബില്ല് തിരിച്ചയക്കുമ്പോൾ ഒന്നുകൂടി രണ്ടാമതും കൂടി ബില്ല് പാസ്സാക്കണം. ക്വാളിഫൈഡിൽ വരുമ്പോൾ 2/3 വേണം, മെജോറിറ്റി മെജോറിറ്റി 2/3 വേണം, എന്നാലേ പ്രസിഡന്റിന് ആക്സെന്റ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷേ സിമ്പിൾ മെജോറിറ്റി മതി ഏതിൽ? സസ്പെൻസീവ് വീറ്റോയിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇന്ത്യൻ പ്രസിഡന്റിന് ക്വാളിഫൈഡ് വീറ്റോ വരെ പോകണ്ട, സിമ്പിൾ മെജോറിറ്റിയിൽ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ വീറ്റോയുടെ പവർ തീരും. ഇപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. ഇത്രയാണ് 4 വീറ്റോകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ പോക്കറ്റ് വീറ്റോയെ കുറിച്ചൊരു കാര്യം പറയാം. ഇന്ത്യൻ പ്രസിഡന്റിന് പോക്കറ്റിൽ വീറ്റോ ചെയ്തു വെക്കാൻ, അതായത് ഒരു ബില്ല് വന്നു, പ്രസിഡന്റ് ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ ആ സാധനം എടുത്ത് പോക്കറ്റ് വെച്ചു, പിന്നെ ഇങ്ങനെ ഇരിക്കുക, ഒന്നും അറിയത്തില്ല. അതിൽ വേണ്ടാന്നും വെക്കുന്നില്ല, വേണമെന്നും വെക്കുന്നില്ല, തിരിച്ചു വായിക്കുന്നില്ല. ഇവഞ്ച്വലി ആ ബില്ലിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. തിരിച്ചയച്ചാലല്ലേ ഇവർക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ ബില്ല് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്താലല്ലേ ഇവർക്ക് ഒന്നുകൂടി ആദ്യം തൊട്ട് വേറൊരു ബില്ല് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഒന്നും മിണ്ടാതിരുന്നാലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പോക്കറ്റ് വീറ്റോയ്ക്ക് ഒരു ടൈം ലിമിറ്റ് പറയുന്നില്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന് പോക്കറ്റ് വീറ്റോ ചെയ്യാം, പക്ഷേ 14 ദിവസമേ അത് പറ്റത്തുള്ളൂ. പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്ന സംഭവം സത്യം പറഞ്ഞാൽ ടെക്നിക്കലി അമേരിക്കൻ പ്രസിഡന്റിന് ഇല്ല എന്ന് നമുക്ക് പറയാം. കാരണം 14 ദിവസം കൊണ്ട് ഇതിന് ഉത്തരം പറയണം. 14 ദിവസം മാക്സിമം പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് നടക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പോക്കറ്റിനെക്കാട്ടിലും വലുതാണ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പോക്കറ്റെന്ന്. കാരണം അതിൽ വെച്ചുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന് 14 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? ആക്സെന്റ് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രസിഡന്റിൻ്റെ വീറ്റോ പവറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പാർലമെന്റിൻ്റെ ലെജിസ്ലേഷനിൽ പ്രസിഡന്റിന് എന്തൊക്കെ കാര്യങ്ങൾ? ഓർഡിനറി ബില്ല് വീറ്റോ ചെയ്യാൻ പറ്റും, മണി ബില്ലും വീറ്റോ ചെയ്യാൻ പറ്റും. പക്ഷേ മണി ബില്ല് ഒരിക്കലും റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല? റിജക്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇനി പ്രസിഡന്റിന് റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ബില്ലുണ്ടോ?
നിങ്ങൾക്കറിയാവോ എന്തെങ്കിലും? അതൊരു അതിന് എനിക്ക് കമൻറ്റ് ബോക്സിലിടുക. ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഉത്തരം പറയാം. പ്രസിഡൻറ്റിന് റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത ബില്ലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. അതായത് ഇന്ന ബില്ല് പ്രസിഡൻറ്റിൻ്റെ മുമ്പിലെത്തിയാൽ പ്രസിഡൻറ്റ് മസ്റ്റായിട്ട് ഒപ്പിടണം, അങ്ങനെയുള്ള എന്തെങ്കിലും ബില്ല് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടണേ പ്ലീസ്. ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കും തോന്നാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇതൊരു ഹോംവർക്കായിട്ട് കരുതുക. അപ്പം വീറ്റോ പവർ ഇത്രേ ഉള്ളൂ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ. എനിവേ ഇനി വീറ്റോ പവേഴ്സും കൂടെ പഠിച്ചത് കാരണം പ്രധാനപ്പെട്ട പവേഴ്സൊക്കെ തീർന്നു. ഓർഡിനൻസ് മേക്കിംഗ് പവറാണ്. ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഒരു ബില്ലുണ്ട്, അദ്ദേഹത്തിന് അതിൽ വീറ്റോ ചെയ്യാൻ ഒരു അവകാശവും ഇല്ല. ആ ബില്ല് എന്താണെന്നുള്ളത് നിങ്ങൾ കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ കണ്ടുപിടിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം അത് എൻഗേജിങ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. അപ്പം ഇത്രേ ഉള്ളൂ പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ്. നമ്മൾ 7 പ്രധാനപ്പെട്ട മേഖലകളിലുള്ള പവേഴ്സ് പഠിച്ചു, വീറ്റോ പവറും പഠിച്ചു. ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ പ്രസിഡൻറ്റ് നമുക്ക് പണിഷ്മെൻറ്റിൽ ഇളവ് തരുന്ന ഒരു പവറുണ്ട്, റെസ്പിറേറ്ററി എമിഷൻ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പാർഡൺ, അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് വിശദമാക്കി തരുന്നതാണ്. അപ്പം ആ വീഡിയോയും കൂടെ കാണുക. അതോടെ പ്രസിഡൻറ്റ് തീരും. പിന്നെ ഓർഡിനൻസ് മേക്കിങ്ങും കൂടെ ഉള്ളൂ. പിന്നെ ക്രിറ്റിസിസം കുറച്ചുണ്ട്, അതും കൂടെ പഠിക്കാനുള്ളൂ. പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രധാനമന്ത്രിയൊക്കെയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ മന്ത്രിസഭയിലുള്ളവരും പ്രധാനമന്ത്രിയൊക്കെ ഓരോന്ന് ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ കുറ്റം പറയും, അല്ലെ പുകഴ്ത്തി പറയും, കളിയാക്കും, ട്രോൾ ഉണ്ടാക്കും. പക്ഷേ അതൊക്കെ ചെയ്യാൻ അവരെന്തര പവർഫുൾ ആണെന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഓ, ഇതെന്തൊരു സിസ്റ്റമാണെന്ന്. അപ്പം നമുക്ക് ഈ സിസ്റ്റത്തെ നല്ല ഫിലോസഫിയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ടെലഗ്രാം ചാനലിലും നിങ്ങൾ അംഗമാകുക. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡെയിലി 5 വീതമെങ്കിലും മിനിമം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 5 ക്വസ്റ്റ്യൻസ് ഞാൻ ആ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിൻ്റെ എക്സ്പ്ലനേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചെറിയ ചെറിയ നോളജസും ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാസീവായിട്ട് കുറേ ജനറൽ നോളജ് കിട്ടും. എപ്പോഴെങ്കിലുമൊക്കെ അത് ഉപകരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ എന്താണെങ്കിലും ഉപകരിക്കാതിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു.